ഈ വീഡിയോ കഴിയുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണെന്നും എത്ര ടൈപ്സ് ഉണ്ടെന്നും അത് ജോയിന്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് സിമ്പിളായി മനസ്സിലാകും. സോ ഡോണ്ട് സ്കിപ്പ് ഇറ്റ്. ഡോക്ടർ പറഞ്ഞു തേയ്മാനം ഉണ്ടെന്ന്. ബട്ട് എന്താണ് ഈ തേയ്മാനം? ജോയിന്റ് കംപ്ലീറ്റ് തീർന്നു പോയോ? സിമ്പിളായി പറഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒരു ജോയിന്റ് ഡിസീസാണ്. നമ്മുടെ ജോയിന്റ്സിൽ ബോൺസ് ഡയറക്റ്റായി റബ്ബ് ചെയ്യാതിരിക്കാൻ കാർട്ടിലേജ് എന്ന സ്മൂത്ത് കവറിംഗ് ഉണ്ട്. ടൈം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോഴോ ഈ കാർട്ടിലേജ് ഗ്രാജുവലി തിന്നാവുകയും റഫ് ആവുകയും ചെയ്യും. അങ്ങനെ ജോയിന്റിൽ സ്ട്രെസ്സും ഫ്രിക്ഷനും കൂടും. ഇത് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്: പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസും സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസും. ഇതെങ്ങനെ ജോയിന്റിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാർട്ടിലേജിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, ഗ്രാജുവലി ജോയിന്റ്സ് മുഴുവൻ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ജോയിന്റ് സ്പേസ് കുറയും ബിക്കോസ് കാർട്ടിലേജ് കുഷനിങ് കുറയുന്നുണ്ട്. ജോയിന്റിന്റെ ലൈനിങ് അഥവാ സൈനോവിയം ഇറിറ്റേറ്റഡ് ആയി സ്വെല്ലിംഗ് ഉണ്ടാവാം. ബോണിൽ എക്സ്ട്രാ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യും. ഇതിനെ ബോൺ സ്പേഴ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയും. ജോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് വീക്കായാൽ സ്റ്റെബിലിറ്റി കുറയും. ഇങ്ങനെയും വരാം. ക്രാക്കിംഗ് സൗണ്ട് ഉണ്ടെന്ന് കരുതി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്ന് അർത്ഥമില്ല. ക്രെപ്പിറ്റസ് മാത്രം കൊണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്യാനും പറ്റില്ല. സിംറ്റംസ്, ക്ലിനിക്കൽ എക്സാമിനേഷൻസ്, ഇമേജിംഗ് ഇതെല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്യണം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തൊക്കെ സ്റ്റേജസ് ആണ്? എക്സസൈസ് കൊണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ശരിയാവുമോ? ഇതിന്റെ സിംറ്റംസ് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ പാർട്ട് 2 റീലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫോളോ ഫോർ പാർട്ട് 2.